ഹായ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോകുന്ന കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. യുവക്കുട്ടിക്ക് കാറ്റിസം ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. ഇതാ അവർ രണ്ടുപേരും എഴുന്നേറ്റ് കുളിച്ചു, ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സുന്ദരി മണികളായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതാ അവർക്ക് നിങ്ങളോട് എന്തൊക്കെയോ പറയണമെന്ന് പറയണുണ്ട്. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് കേട്ടോ പള്ളിയിൽ പോണത്. ഇച്ചിരി ദൂരമുണ്ട്, ഇച്ചിരി അധികം ദൂരമുണ്ട്. അപ്പൊ പോണ വഴിയൊക്കെ കാണുന്നത് റബ്ബർ തോട്ടമാണ്. ഇവിടെ മൊത്തം റബ്ബർ തോട്ടമാണ്. നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ. ഇപ്പൊ വെയിൽ ഉദിച്ചിപ്പുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. ഇതാ ഇപ്പൊ ഞങ്ങൾ പള്ളി എത്തി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇടവക പള്ളി. പൊന്നൂസ് പറയുവാണ് ഇതാ പള്ളി എത്തി എന്നൊക്കെ പറയുവാണ്. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വർത്താനൊക്കെ പറയാൻ വേണ്ടിട്ട്. കുർബാന ഉണ്ട് കേട്ടാ. അപ്പൊ കുർബാന കഴിഞ്ഞിട്ടാണ് കാറ്റിസം ക്ലാസ്. അപ്പൊ ഞങ്ങൾ നിൽക്കും ഇവിടെ, കുർബാനയ്ക്ക് ഞങ്ങൾ നിൽക്കും. അതിനുശേഷം ക്ലാസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ റിട്ടേൺ പോവാറ്. കുറച്ചു പേരെ വന്നിട്ടുള്ളൂ, ഇപ്പോ സമയം ആവുന്നേ ഉള്ളൂ. ഇതാണ് കേട്ടോ പള്ളി. എൻ്റെ കല്യാണം കഴിഞ്ഞതും പിന്നെ യുവക്കുട്ടിയുടെയും പൊന്നൂസിന്റെ ഒക്കെ മാമോദിസയൊക്കെ കഴിഞ്ഞതൊക്കെ ഈ പള്ളി വെച്ചിട്ടാണ്. ഇത് ഹസ്ബൻഡിന്റെ ഇടവക പള്ളിയാണ്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഇതാ കുർബാന തുടങ്ങാറായി. അപ്പോൾ ഈ കുർബാന കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ യുവക്കുട്ടിയുടെ മുഖത്ത് ഇച്ചിരി ടെൻഷനും സങ്കടമൊക്കെ ഉണ്ട്. കാരണം ഞങ്ങൾ ആക്കിയിട്ട് പോവുമല്ലോ ഇപ്പൊ. പിന്നെ യുവക്കുട്ടിയുടെ കൂട്ടുകാരി ഇന്ന് വന്നില്ല. അപ്പോ അതിന്റെയൊക്കെ സങ്കടത്തിലാണ് കൊച്ച്. ഇനിയിപ്പൊ അവള് വരുവോ എന്നൊക്കെ ഓർത്തിരിക്കുവാണ്. ഞാൻ ടീച്ചറിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവും. എന്നിട്ട് കാറ്റിസം ക്ലാസ് കഴിയുമ്പോഴേ വരുള്ളൂ. കുർബാന കഴിഞ്ഞിട്ട് പിള്ളേരും ടീച്ചറൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. ക്ലാസ് പൊക്കത്താണ്. അപ്പോൾ യുവക്കുട്ടി ആദ്യമേ ഇങ്ങനെ വന്ന് ഹാജരായിട്ടുണ്ട്. ഇനി അവരെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ടീച്ചർ വരാനൊക്കെ ആയിട്ട്. പൊന്നൂസിന്റെ മുഖത്ത് ഇത്തിരി സങ്കടമുണ്ട് ചേച്ചിനാക്കിയിട്ട് പോരുന്നതില്. അങ്ങനെ ഞാനും പൊന്നൂസും കൂടി ചേച്ചീനെ ടീച്ചറിന്റെ അടുത്ത് ഏൽപ്പിച്ചു. എന്നിട്ട് ഞങ്ങള് റിട്ടേൺ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ വീട്ടിലേക്ക് പോണേക്ക് മുമ്പ് കുറച്ച് പോർക്ക് മേടിക്കാന്ന് വിചാരിച്ചു. കുറെ നാളായി പോർക്ക് വരട്ടിയതൊക്കെ കഴിച്ചിട്ട്. എപ്പോഴും ചിക്കനും ബീഫൊക്കെ തന്നെയാണ് മേടിക്കാറ്. അപ്പോ പോർക്കാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് മേടിക്കണത്. അപ്പോ പോർക്ക് വരട്ടുന്ന റെസിപ്പി ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കയറി കാണുക. അപ്പോൾ അങ്ങനെ പോർക്കൊക്കെ മേടിച്ച് വീട്ടിലെത്തി. ഇത് 20 രൂപയുള്ളൂ കേട്ടോ. മുന്തിരിയുടെ ജ്യൂസാണ്. ഇതിപ്പോ ഞാൻ കുറെ തവണ ഈ സാധനം മേടിക്കണത്. കാരണം ഇത് ഒറിജിനൽ മുന്തിരിയാണ് കേട്ടാ. ഇതാ കണ്ടോ, ഇടയ്ക്ക് ഇതുപോലെ കടിക്കാനായിട്ട് മുന്തിരി കിട്ടും. ദേ മുന്തിരിയുടെ കുരു. അപ്പൊ എനിക്ക് ഇഷ്ടമായിട്ട് ഇത്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ കുറെ ദിവസമായി ഇത് മേടിക്കണത് അടുപ്പിച്ച്. പൊന്നൂസിനും കിട്ടിയൊരു മുന്തിരി. ഒന്നല്ല കേട്ടോ, കുറെ ഉണ്ടാവും ജ്യൂസില്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ കുടിക്കണത്, ഇവക്കുട്ടിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇവക്കുട്ടി വരുമ്പോഴേ കൊടുക്കുള്ളൂ. അപ്പൊ ഇനി കാറ്റിസം ക്ലാസ് കഴിയണവരെ വെയിറ്റിംഗ് ആണ്. ഇനി പോയി വിളിക്കുകയും വേണം ഇവക്കുട്ടീനെ. അപ്പോൾ ഞാൻ ആ ടൈം കൊണ്ട് ഇച്ചിരി പണികളൊക്കെ തീർത്ത് വെക്കാന്ന് വിചാരിച്ചു. പോർക്കിന്റെ പോർക്ക് ഇവിടെ വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം പടപടയാ പോയി വന്നേരം ഇച്ചിരി സമയം കിട്ടിയപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ ചെയ്തു കേട്ടാ. ഇതാ ഇപ്പൊ പോർക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചോറ് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോ ഇനി ഇവക്കുട്ടീനെ വിളിച്ച് വന്നിട്ട് വേണം ഇതൊന്ന് വരട്ടി എടുക്കാനായിട്ട്. അപ്പൊ വരട്ടണേന്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നതാണ്. അപ്പോ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഞങ്ങളപ്പോ ഇവക്കുട്ടീനെ വിളിക്കാൻ പോവാണ്. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ യാത്രയൊക്കെ പോകാനായിട്ട് ഇഷ്ടമാണ്. പക്ഷെ മേക്കപ്പ് ചെയ്യാനൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇതുപോലെ വലിയ ജിമിക്ക് കമ്മലൊക്കെ ഇടാൻ ഇഷ്ടമാണ്. നല്ല ഉടുപ്പ് ഇടാൻ ഇഷ്ടമാണ്. മേക്കപ്പ് ചെയ്യണത് പുള്ളിക്കാർക്ക് ഒട്ടും ഇഷ്ടമല്ല. കണ്ണെഴുതണ പോലും ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് എത്തി. പക്ഷെ ഇപ്പൊ വിടില്ല കേട്ടോ ടീച്ചർ. കാരണം കാറ്റിസം ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് പ്രാർത്ഥനയും കൂടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ പള്ളിയിലൊക്കെ കയറി കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊക്കെ അവര് വിടത്തുള്ളൂ. ചേച്ചി വീണ്ടും പള്ളിയുടെ അകത്തേക്ക് പോയപ്പോഴത്തേക്കും പൊന്നൂസിന് സങ്കടമായിട്ടാ. ദേ അവിടെ ചേച്ചി ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അവള് കണ്ടു, ചേച്ചി അങ്ങോട്ട് പോണ കണ്ടു എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇതാ ചേച്ചി വന്നു. ഇനി ചേച്ചിക്കും ഹാപ്പി, പൊന്ന് ഹാപ്പി. ഇനി നേരെ ഞങ്ങള് എങ്ങോട്ടേക്കാ പോണ വഴി കാണാം. ഇതാ ഇപ്പോ ചേച്ചിക്ക് ഭയങ്കര വിശപ്പെന്ന്. അപ്പൊ എന്തെങ്കിലും മേടിച്ചു കൊടുക്കട്ടെ. ചേച്ചിക്ക് ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ്. വീട്ടിലുള്ളപ്പോ വിശപ്പ് തീരെ കുറവാ. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ബേക്കറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവക്കുട്ടിക്ക് ചില്ലി ചിക്കൻ റോളും
സോഡ സർബത്ത് മതി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും അത് തന്നെയാണ്. അപ്പോൾ അവൾ അതിന്റെ സന്തോഷത്തിലിരിക്കുകയാണ്. അതാ പൊന്നൂസും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. എന്തെങ്കിലും തരോ എന്ന് ചോദിച്ചിട്ടാണ് കൊച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങള്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഞായറാഴ്ചയായിട്ട് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇത്രയേ ഉള്ളൂ. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.